കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. നവീകരണത്തിന് ശേഷം റോഡിൽ അപകടങ്ങൾ പതിവാണ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട കാരണമെന്ന് ആരോപിച്ചാണ് ഇപ്പോഴത്തെ ഈ ഉപരോധം. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥില, ഇപ്പോഴും ഈ ഉപരോധ സമരം ഇപ്പോഴും തുടരുന്നുണ്ടോ? അവിടെയൊക്കെ എന്താണ് കോൺഗ്രസിന്റെ ഈ സമരം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ഒപ്പം തന്നെ അവർ പറയുന്നത് പോലുള്ള ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ? ഉപരോധം അല്പസമയം മുമ്പ് അവസാനിച്ചിട്ടുണ്ട്. മണിക്കൂറിലധികം സമയം ഈ റോഡ് ഉപരോധം തുറന്നു. വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം ഈ മേഖലയിലുണ്ടായി. മുക്കം നോർത്ത് കാരശ്ശേരിയിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്നു. അതായത് മുക്കം എരഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിൽ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കൊണ്ട് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 4 അപകടങ്ങളുണ്ടായി. ഈ അപകടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റോഡിന്റെ അശാസ്ത്രീയതയുമായി ബന്ധപ്പെട്ട് PWD മന്ത്രിക്കും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും നിരവധി തവണ പരാതി നൽകിയതാണ്. പക്ഷേ ഈ പരാതിയൊന്നും തന്നെ ഇവർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന ഒരു ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഒരു സൂചനാ സമരമാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകരും പ്രദേശവാസികളും പറയുന്നുണ്ട്. പ്രജിൻ, മിഥില ബാലനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്.